ഹേ ഗൈസ്, അപ്പോൾ ഉച്ച കഴിഞ്ഞുള്ള ഫസ്റ്റ് അവർ ക്ലാസ്സില്ലാന്ന് അറിഞ്ഞതും ഞങ്ങളെല്ലാവരും കൂടെ അതേ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി കോളേജ് ഒന്ന് ചുറ്റിക്കറങ്ങാമെന്ന് വിചാരിച്ചു. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ഇറങ്ങുന്നത്. അതിൻ്റെ അർത്ഥം ഫുൾ ബിസിയാണെന്നല്ല. ബോട്ടണി ഞങ്ങൾ ആസ്വദിച്ച് പഠിക്കുകയെന്ന് തോന്നിപ്പിക്കുന്ന കുറേ എണ്ണങ്ങൾ അവിടെ. ഞങ്ങളെ ഗൈഡ് ചെയ്യാൻ വന്ന ആളെ ഇപ്പോൾ കാണാൻ പോലും ഇല്ല. ഇനി അവനെ തപ്പി കണ്ടുപിടിക്കണം. ഞങ്ങൾക്ക് ഫുൾ ടൈം ക്ലാസ് ആണെന്നൊന്നും വിചാരിക്കരുത്. ഫ്രീ അവർക്ക് കിട്ടാറുണ്ടെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വർക്ക് ഉണ്ടാവും, അത് ചെയ്തുകൊണ്ടിരിക്കും. അതല്ലെങ്കിൽ ഞങ്ങൾ സംസാരിച്ച് അവിടെ തന്നെ ഇരുന്ന് അങ്ങനെ ബിസി ആവാറുണ്ട്. അപ്പോൾ വെളിയിലോട്ടൊക്കെ ഇറങ്ങാൻ സത്യം പറഞ്ഞാൽ മറന്നു പോകും. ഇന്നെന്തോ വെളിയിലിറങ്ങാമെന്ന് വിചാരിച്ചു, നല്ല കാറ്റൊക്കെ കൊണ്ടിട്ട് വരാമെന്ന്. അങ്ങനെ അതേ ലേക്കിലോട്ട് പോവുകയാണ്. 3:30 കഴിഞ്ഞാൽ നമുക്ക് ലേക്കിലോട്ട് എൻട്രി ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ലേക്കിൽ പോയില്ല. പക്ഷേ ആ വഴിയുടെ അവിടെ പോയി നിന്ന് കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് ഒന്ന് വൈബ് ചെയ്ത് ഒന്ന് ചില്ല് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ച് ക്ലാസ്സിലോട്ട് വന്നു. കാണാതെ പോയ ആളെ നമ്മൾ ലേക്കിലോട്ട് പോകുന്ന വഴിയിലുള്ള ഒരു സ്കൂട്ടറിൻ്റെ മുകളിൽ നിന്ന് കണ്ടെത്തിയായിരുന്നു. അങ്ങനെ അവസാനം അതിനെയും കളക്ട് ചെയ്തുകൊണ്ട് നമ്മൾ തണലുള്ള ഒരു സ്ഥലം നോക്കി അവസാനം അവിടെ ചെന്നിരുന്നു. ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ആൾ ബിസിയായി. അവനൊരു കോൾ വന്നു. അവൻ ഫോണിൽ ചോദിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരം പറഞ്ഞുകൊണ്ടിരുന്നത് ഈ തൊട്ടടുത്ത് നിന്നിരുന്ന ആളായിരുന്നു. അങ്ങനെ കുറേ ഊക്കൽ കഴിഞ്ഞിട്ട് അവസാനം കോൾ കട്ട് ചെയ്ത് പിന്നെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ പാവം പിടിച്ച് ഈ കുരുപ്പിനെ പിടിച്ച് കുറേ ഡാൻസ് കളിപ്പിച്ചു. പാവം കുരുപ്പ് ഭീഷണിപ്പെടുത്തിയപ്പോൾ പേടിച്ചങ്ങ് കളിക്കുവാന്നേ. ഞാൻ കഷ്ടപ്പെട്ട് എപ്പോഴോ പഠിപ്പിച്ചു കൊടുത്ത സ്റ്റെപ്പാണ്, പക്ഷെ അവൾ മറന്നുപോയി. അതിനുള്ള ഒരു പണിഷ്മെൻറ്റ് എന്തായാലും കൊടുക്കണ്ടേ നമ്മൾ. കുറേ ആറ്റിറ്റ്യൂഡ് ഇട്ടതിന് ശേഷം ഞങ്ങളുടെ എല്ലാവരുടെയും അഭ്യർത്ഥന മാനിച്ച് നന്ദേട്ടൻ കുറച്ച് സ്റ്റെപ്സൊക്കെ ഇട്ടിട്ടങ്ങ് പോയി. അതേത് പാട്ടിന് ചേരുന്ന സ്റ്റെപ്പാണെന്നും എന്ത് സ്റ്റെപ്പാണെന്നും അവനോട് മാത്രമേ ചോദിക്കാവുള്ളൂ. കാരണം അവന് മാത്രമേ അതറിയത്തുള്ളൂ. ക്ലാസ്സില്ലാത്തപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ വന്നിരിക്കാനും ഒരു രസമാണ്. അയ്യോ, ഒരു നിമിഷത്തേക്ക് ഞാനങ്ങ് ഇല്ലാണ്ടായിപ്പോയി. വെറുതെ നിന്ന് വീഡിയോ എടുക്കുന്ന എന്നെ അതിനകത്ത് ചീത്ത പറയുന്നതെന്ന് ഞാൻ വിചാരിച്ചു. അത് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായത് പരസ്യം വന്നതിൻ്റെ ഹാങ് ഓവർ ആയിരുന്നു ആ കണ്ടത് നമ്മൾ. പ്രകൃതിയുടെ ഈ രമണീയത എൻ്റെ ക്യാമറ കണ്ണുകളിലൂടെ ഒപ്പിയെടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള രീതിയിൽ ഒരു കമൻറ്റ് കണ്ടായിരുന്നു. ആ കമൻറ്റ് വായിച്ചതിന് ശേഷം ഞാൻ എവിടെ പോയാലും കണ്ട ചെടിയും കാടും മലയും പൂവും കായും എല്ലാം എടുക്കാറുണ്ട്. അത് കഴിഞ്ഞ് ഏതോ പാട്ടിന് ഞങ്ങൾ ചുവട് വെക്കുകയല്ല ഉണ്ടായത്, മറിച്ച് തല വയ്ക്കുകയായിരുന്നു. തല വെച്ച് എന്തൊക്കെയോ ആക്ഷൻ കാണിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആക്ഷൻ കാണിച്ചു. പിന്നെ അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ആടാൻ നോക്കി. സംഭവം ഒരു റീൽ ഉണ്ടാക്കാൻ കൂടെ വേണ്ടിയിട്ടാണ്. അടങ്ങി ഒരിടത്തിരിക്കുന്നവരെ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യാനായിട്ട് തോന്നും. അങ്ങനെ ഞാൻ പാവ കൊച്ചിനെ കുറച്ച് ഇറിറ്റേറ്റ് ഒക്കെ ചെയ്തു. ആനന്ദിന്റെ സ്റ്റെപ്പ് നീ കൂടെ നിന്റെ കൂടെ പറയാ അവളിട്ട് സ്റ്റെപ്പിക്കുന്നുണ്ടായിരുന്നു. ഒരു കയ്യോ കഷ്ടപ്പാടിൻ കൂത്ത് കണ്ണീരോ കണ്ണീരിൻ പെരുമാറി അയ്യോ അയ്യോ കഷ്ടപ്പാടിൻ കൂത്ത് കണ്ണീരോ. നിങ്ങൾ ഈ ലാസ്റ്റ് കേട്ട പാട്ട് ഞങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയായിട്ട് നന്നായിട്ട് മാച്ച് ആവുന്നുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഇനി അടുത്ത ക്ലാസ്സിൽ കയറണമല്ലോ, അല്ലെങ്കിൽ അറ്റൻഡൻസ് കിട്ടത്തില്ല. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് അങ്ങനെ കയറുവാണ്. ബൈ ഗൈസ്.